കാലത്ത് 7 മണി. കാലങ്ങൾക്ക് ശേഷം ഞാൻ നേരത്തെ എണീറ്റു. റിസോർട്ടിൽ ഇനി നമുക്ക് കുറച്ച് നേരമേ ഉള്ളൂ ബാക്കി. ഇനി ചായ കുടിക്കാൻ പോകണം. അതാ വരുന്നു 2 ഹിമക്കരടികൾ. രാവിലെ തന്നെ പോയി പൂളിൽ ചാടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ പീടികയ്ക്കുള്ള അന്വേഷണം തുടങ്ങി. എന്താണെന്നറിയില്ല, ക്യാമറ കാണുമ്പോൾ ഷഹലിനൊരു റൊമാൻറ്റിക് ഫീലാണ്. ഞാൻ ഷഹലിൻ്റെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ സുട്ടു വന്നിട്ട് സുട്ടുവിൻ്റെ വീഡിയോ എടുക്കാനും പറഞ്ഞു. കൂട്ടത്തിലെ ഏറ്റവും റൊമാൻറ്റിക് സുട്ടുവാണ്. അടുത്തുള്ളൊരു ചായപ്പീടിയും നമുക്ക് സ്പാർക്ക് തന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ കണ്ടെത്തി നമ്മുടെ ചായപ്പീടിയ. ഒരു ഹോർലിക്സും പത്തിരിയും കഴിച്ചു. നമ്മൾ റിസോർട്ടിലേക്ക് തിരിച്ചെത്തി. കാലാവസ്ഥ ചൂടായി വരുന്നതുകൊണ്ട് നമ്മൾ പൂളിലേക്ക് ചാടാൻ വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി നമ്മൾ 88 പടികൾ കയറേണ്ടതായിട്ടുണ്ട്. അവസാനം നമ്മൾ പൂളിലെത്തി. വീണ്ടും നമ്മൾ പ്രകൃതിയുടെ മനോഹാരിതയ്ക്ക് സാക്ഷ്യം വഹിച്ചു. പുയമൂല വാട്ടർ റിസർവിൽ നിന്നും ഡയറക്റ്റായിട്ട് വരുന്ന വെള്ളമാണിത്. അങ്ങനെ എല്ലാവരും 88 പടികൾ വിജയകരമായി കയറി വന്നു. സുട്ടുവിൻ്റെ കഴിവുകൾ സുട്ടു തെളിയിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പുയമൂല റിസോർട്ടിൽ നിന്നും മടങ്ങുകയാണ്. അതിമനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ വയനാടിനോട് വിട പറയുകയാണ്. വയനാട്ടിലെ മനോഹരമായ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ നാട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വരും. നല്ലൊരു അനുഭവമായിരുന്നു നമുക്ക് ഈ പുയമൂലം റിസോർട്ടിൽ നിന്ന് കിട്ടിയത്. അടിപൊളി റിസോർട്ട്. നിങ്ങളുടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ വ്ലോഗ് അവസാനിപ്പിക്കുന്നു.